സമ്പത്തും മനസ്സും തമ്മിൽ ബന്ധമുണ്ടോ? ഉറപ്പിച്ച് പറയാം, ബന്ധമുണ്ട് എന്നാണ്. മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാലത്തോളം സമ്പത്ത് വരില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറയും, രണ്ട് തരം വികസനങ്ങളാണുള്ളത്, രണ്ട് തരം എക്സ്പാൻഷൻ, വളർച്ചയാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ എക്സ്പാൻഷൻ. എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നതും ഗോൾ സെറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടാണ്. എന്താണ് ഫിസിക്കൽ എക്സ്പാൻഷൻ? ഭൗതികപരമായ വികസനം. അപ്പോൾ എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹം ഫിസിക്കൽ എക്സ്പാൻഷനാണ്. രണ്ടാമത്തൊരു എക്സ്പാൻഷനുണ്ട്, മെൻ്റൽ എക്സ്പാൻഷൻ, മാനസികമായ വികസനം, വളർച്ച എന്ന് പറയും. എന്താണ്? 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ നിന്ന് 5000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലേക്ക് ആകണമെങ്കിൽ, ആ ഫിസിക്കൽ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ ഈ 5000 സ്ക്വയർ ഫീറ്റ് വീടിനെ ഈ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയണം എന്നതാണ്. അതാണ് മെൻ്റൽ എക്സ്പാൻഷൻ. മെൻ്റൽ എക്സ്പാൻഷൻ നടക്കാത്ത കാലത്തോളം ഒരിക്കലും ഫിസിക്കൽ എക്സ്പാൻഷൻ നടക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. പണം വരുന്നതെല്ലാം മെൻ്റൽ എക്സ്പാൻഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മനസ്സ് ഒരു വാതിൽ പോലെയാണ്. എത്ര വലിപ്പമുള്ള വാതിലുണ്ടോ അത്ര വലിപ്പമുള്ള വസ്തുവേ ആ വാതിലിൻ്റെ അകത്ത് കിടക്കും. ഈ ലോകത്തെ എല്ലാ ഫിസിക്കൽ എക്സ്പാൻഷനും മെൻ്റൽ എക്സ്പാൻഷനിൽ നിന്ന് ഉണ്ടായതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, യുവർ ഇന്നർ റിയാലിറ്റി ഈസ് യുവർ ഔട്ടർ റിയാലിറ്റി. നിങ്ങളുടെ അകത്ത് നടക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തെ യാഥാർത്ഥ്യമായി ഭവിക്കുന്നത്. പലപ്പോഴും ആളുകൾ സാമ്പത്തികമായി വളരാൻ കഴിയാത്ത കാരണം മാനസികമായി അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. ചില ആളുകളൊക്കെ വളരെ പെട്ടെന്ന് സാമ്പത്തികം നേടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മാനസികമായി വെൽത്തിനെ ഉൾക്കൊണ്ടവരാണ്. അപ്പോൾ മനസ്സ് വികസിക്കാത്ത കാലത്തോളം സാമ്പത്തികമായി ഒരിക്കലും ഒരു മനുഷ്യൻ വികസിക്കില്ല എന്ന് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയാം, നിങ്ങൾ നേടാൻ പോകുന്ന സമ്പത്തിനെ നിങ്ങൾ ഭാവനയിൽ കാണൂ എന്ന് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സൊന്ന് എക്സ്പാൻഡ് ചെയ്യാനാണ്. അത് കാണുമ്പോൾ മനസ്സതിനെ ഉൾക്കൊള്ളുകയും അങ്ങനെ മനസ്സ് ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായി ഇത് ഔട്ടർ റിയാലിറ്റിയായി പരിണമിക്കുകയും ചെയ്യും. മനസ്സാണ് പുറത്തുള്ള സമ്പത്തുണ്ടാക്കുന്നത്. മനസ്സ് വിശാലമായിരിക്കട്ടെ, മനസ്സ് ഉൾക്കൊള്ളുന്ന അത്രയും സമ്പത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സമ്പത്തും മനസ്സും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. അനുകൂലമല്ലാത്ത ചിന്താഗതികളും അനുകൂലമല്ലാത്ത ധാരണകളും മനസ്സിൽ വച്ചിട്ട് സമ്പത്തുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അത് സംഭവിക്കാൻ സാധ്യതയുമില്ല.